ഒന്നുകൂടെ എടുക്കാം ഇൻട്രോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഇടുന്നത് അല്ലേ? കുറേ നാൾക്ക് ശേഷമല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കക്കല്ലിലാണ്. ഇല്ലിക്കക്കല്ല് എവിടെയെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ഇവിടെ വരെ എത്തുന്ന വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വന്നതേ ഉള്ളൂ. അതൊന്നും ഞാൻ കാണിച്ചില്ല, കാരണം അത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പം ഇല്ലിക്കല്ലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടു വഴി ഒന്ന് നടന്നും പോവാം, ഒന്ന് ജീപ്പിലും പോവാം അല്ലേ? നമ്മളിപ്പം നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എൻജോയ്മെന്റിനാണ് നടക്കാൻ തീരുമാനിച്ചത്, പക്ഷെ അത് വല്ലാതൊരു പണിയായി. എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് വക കാര്യങ്ങൾ കാണിക്കാം. ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തെന്നുള്ളൂ. ഓക്കെ, അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. അവിടെ നിന്ന് നടന്ന് ഇവിടെ പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഐസ്ക്രീം ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നോണ്ടെ നമ്മൾ ആ കാണുന്നില്ലേ, ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഐസ്ക്രീം മേടിച്ച് കച്ചവടം ചൂട് ഗൈസ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടന്നു വരാൻ നോക്കരുത്, ജീപ്പിൽ വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ, കുറേ ടൂറിസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും ഇതുപോലെ നടന്ന് കയറി വരാൻ നോക്കിയിട്ട് അവിടെ നിന്ന് ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ ജീപ്പ് വരുമ്പോൾ അത്ര സീൻ വരത്തില്ല. ഓക്കെ, ഇനി ഏറ്റവും മുകളിൽ കയറിയിട്ടാണ് ദേ നമ്മൾ അവിടെ കണ്ടില്ല, അവിടെ നടന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഓക്കെ, ഇവിടുത്തെ അങ്ങ് കാണുന്നുണ്ടോ? അങ്ങ് വരെ കയറണം. ഇവിടം വരെ സ്റ്റെപ്പുള്ളു, കുറച്ച് ഓഫ് റോഡ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ് അതൊക്കെ. കൂടുതൽ ആർക്കും മുകളിൽ കയറാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് എന്തായാലും ഇവിടെ വരെ വന്നു, താഴെ വരെ വന്നു. അപ്പോൾ ഇതിനെ വണ്ടി കൂടെ കയറാൻ വിചാരിച്ച്, പക്ഷേ ഇവിടുന്ന് എങ്ങനെ വലുത് കയറും? ഇവിടുന്ന് ഒരുപാട് സ്ഥലമില്ല. ഇതുവഴി വരല്ലേ? സ്ഥലമില്ല, ഇല്ല അപ്പുറത്തോടാണ്. അപ്പുറത്തോട് കയറാൻ പറ്റത്തില്ല. അവിടെ ചാടി ഇതുവഴി ഇപ്പുറത്ത് വന്ന് ഇവിടെ കൂടെ കയറാം. ഇവിടെ വന്ന് ഇവിടുന്ന് കയറിക്കാന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, ഏറ്റവും മുച്ചാത്തി ഓഫ് റോഡ്. ഈ സാധനം നമ്മളുകൊണ്ട് അവിടെ എത്തി അല്ല, അതേത് അവിടെ നടന്നൊരു സ്ഥലം അത്. പിന്നെ നമ്മളുണ്ട് അവിടെ എത്തി. പിന്നെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇനി ഏറ്റവും മുകളിൽ കയറാൻ പോവാണേ. കയറിയിട്ട് വരാം. ഓക്കെ, കൊള്ളാം. ഇത് കാണാം താഴെ എന്ത് ചെയ്യും? കയറി മുകളിലെത്തി. ഓക്കെ, നോണ്ട നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നീന്തേ നമ്മൾ നമ്മുടെ അവിടുന്ന് കയറി ഇവിടെ വരെ എത്തിയ. സോ ഇതാണ് ഇല്ലിക്കക്കല്ല്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? ഇത് വ്യൂ പോയിന്റ്. ഇത് ഇല്ലിക്കക്കല്ല്. ഓക്കെ, അവിടെ ആയിട്ട് വാഗമൺ, പിന്നെ ഇവിടെ കട്ടപ്പന, ഇടുക്കി ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ. ഓക്കെ, നൈസൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇവിടെ അങ്ങനെ എല്ലാവരും കയറിയൊന്നും വരത്തില്ല. ഓക്കെ, ഇപ്പം നല്ല വെയിലുണ്ട്. ഞങ്ങൾ കയറി വന്ന വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ക വ്യൂ ആണ്. സ്കൈ കണ്ട നല്ല തണുപ്പുണ്ട്, പക്ഷേ കാറ്റ് കുറവാണ്. ബട്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇന്ന് കണ്ട എല്ലാവരും വരി എടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ആ സീനൊന്നുമില്ല, ആരും വരുത്തൊന്നുമില്ല. പീസ്ഫുള്ളായിട്ടുള്ള മീൻസ്. ഓക്കെ, ചുമ്മാ കുറച്ച് നേരം ഇരിക്കാം. നല്ലൊരു വ്യൂ ആണിത്. ഈ കല്ലുണ്ട്, ഇതാണ് ഇല്ലിക്കക്കല്ല്. ഇവിടുന്ന് ഇങ്ങനെ ചെത്തി നിർത്തിയേക്കുന്നവരാണ്, പക്ഷെ അടന്നെന്തോ പോയതാ. പക്ഷെ പക്ക വ്യൂ. അവിടുന്ന് കയറുന്ന കുറച്ച് റിസ്ക്കാണ്, പക്ഷെ കയറി കഴിഞ്ഞാൽ വർത്താണ്, 100% വർത്താണ്. ഇവിടെ വന്നാൽ നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടി. ഇവിടെ വരെ എന്തായാലും വന്നിട്ട് ഇവിടെ വരാതിരിക്കുന്നത് ഭയങ്കരമായ നഷ്ടം കേട്ടോ. സോ ഇതിൻ്റെ താഴെ വരെ വരുന്നവർ എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്, നല്ല തണുപ്പുമാണ്. പക്ക സീനെന്ന് പറഞ്ഞാൽ ഇതാ, ഇന്ന് ഇറങ്ങി കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെയൊക്കെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പൊക്കെ വിള്ളി വെച്ചപ്പോൾ അങ്ങ് വരെ. പക്ഷേ ഈ വെള്ളപ്പൊക്കവും മഴയൊക്കെ വന്ന് പറയാൻ മണ്ണോട് ഇടിഞ്ഞ് വീണ് സ്റ്റെപ്പും പോയി. അവിടത്തെ കല്ല് വീണ് പക്ക ഓഫ് റോഡ് പോലെയായി. കാരണം ഇവിടെയൊക്കെ സ്റ്റെപ്പുണ്ട്. ഇത് സ്റ്റെപ്പാണ്, ഇതൊക്കെ സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ മേലെ സ്റ്റെപ്പുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അതൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് വേണം, കാരണം പണ്ടത്ര റിസ്ക് ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷെ എല്ലായിടത്തും ഭയങ്കര ചൂടുള്ള സമയമാണിത്. ഇവിടെ ആണെങ്കിൽ ചൂടില്ല, ഉഷ്ണം ഉള്ളു. പക്ഷേ ഞാൻ വിയർക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പുറത്തൊക്കെ ഭയങ്കര വെയിലുണ്ടെങ്കിൽ ചൂട്
ഉണ്ട്. പക്ഷെ ഇവിടെ ചൂടല്ല, തണുപ്പ. കുറച്ച് കാറ്റൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ക ഈ വിയർക്കത്തില്ലായിരുന്നു. കണ്ട നമ്മളുകൊണ്ട് അവിടെ നിന്നാണ് കയറിയ, അവിടെ നിന്ന് കയറി ഇവിടെ വന്നിരുന്നു. ഡിജിനൊക്കെ സ്പോട്ടുണ്ട്. നിങ്ങൾ ഇല്ലിക്കക്കല്ലി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ മാക്സിമം നടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. നടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവിടെ ജീപ്പ് ഉണ്ട്, കുറച്ച് പൈസ കൊടുത്താലും ജീപ്പിൽ കയറി വരിക. അല്ലെങ്കിൽ അതേ മൈൻഡ് ഉണ്ടെങ്കിൽ കയറി വരാം, സെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ജീപ്പിൽ തന്നെ കയറി വരിക. ജീപ്പ് ഇവിടം വരെ വരും, അവിടം വരെ പിന്നെ കുറച്ച് നടന്നാൽ മതി. ഓക്കെ, അപ്പോൾ മാക്സിമം ജീപ്പിൽ തന്നെ വരാൻ നോക്കുക. ജീപ്പിൽ വരുമ്പം ഇത്രയും ക്ഷീണം കാണത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വെള്ളം കൊണ്ടുവരിക. അല്ലെങ്കിൽ അലഞ്ഞു ഇവിടെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ കട കെട്ടിയിട്ടാൽ പോകണമെങ്കിലും അവിടെ ഒന്നും കട ഓപ്പണല്ല. പിന്നെ അങ്ങൊരു അവിടെ ഒരു ഐസ്ക്രീം പാർലറേ ഉള്ളൂ. അതിനൊരു ഐസ്ക്രീം മാത്രം കുടിക്കാം, പക്ഷേ ദാഹം മാറത്തില്ല. ഓക്കെ, അപ്പം വരുന്നവർ വെള്ളം കൊണ്ടുവരിക. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, വേറെ സീനൊന്നുമില്ല. പിന്നെ ഏത് പ്രായക്കാർക്കും കയറണം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ പ്രായമായവരും പ്രായം കുറഞ്ഞവരും എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നടക്കാൻ മൈൻഡില്ല മീൻസ് ആ ഒരു രീതിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീപ്പ് തന്നെ നോക്കുക. നടക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് പറ്റത്തില്ല, ഭയങ്കര പാടായിരിക്കും, കുഴയും, മടുക്കും. നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്നവരെ അങ്ങ് മടുക്കും. അപ്പം മാക്സിമം ജീപ്പ് തന്നെ നോക്കുക. ഇറങ്ങാനും ജീപ്പ് തന്നെ, ഇറങ്ങാനും പിന്നെ സീനില്ല, പക്ഷേ കയറുന്നതാണ് കുറച്ച് പാട്. സോ മാക്സിമം ജീപ്പ് തന്നെ നോക്കുക. ജീപ്പ് നോക്കിയിട്ട് അവിടെ വന്ന് ഇറങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയെല്ലാം കയറി ഏറ്റവും മുകളിലോട്ടാണ്, ആ ഏറ്റവും മുകളിലോട്ട് നടന്നില്ല അവിടെ ചെല്ലണം. അവിടെ ഇവിടെ വരെ ചെന്നിട്ട് എന്തായാലും അവിടെ ചെല്ലണം. ഇത് ഇത്രേ ഉള്ളൂ ഇല്ലിക്കക്കല്ല്. ആ ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിൽ നിന്ന് അപ്പുറത്ത് ഒരു പറ, അവിടെ നിന്ന് കാണാം. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു പ്രൈവറ്റ് പാർട്ടികളുടെയാണ്. ഓക്കെ, പലതും പലതായിട്ട് ഡിബേറ്റേക്ക് ഓരോരുത്തർ. ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ അല്ല. എനിക്ക് ഇവിടെ വരേണ്ട ടൈം എന്ന് പറയുമ്പം എനിക്ക് പ്രത്യേകിച്ച് ടൈമൊന്നുമായിട്ട് തോന്നിയില്ല. കാരണം എപ്പോൾ വന്നാലും ഒരേ ക്ലൈമറ്റ് തന്നെയായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ അവിടേക്കാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോഴും മറ്റേ ഇതുണ്ട്, മറ്റേ മഞ്ഞ്. ഓക്കെ, അപ്പോൾ എപ്പോൾ വന്നാലും കാര്യമൊന്നുമില്ല. കുറച്ചുകൂടെ നേരത്തെ വരാൻ പറ്റിയത് നേരത്തെ വരും. ഞങ്ങളിപ്പോൾ കയറിയപ്പോൾ ഒരു 12:30 കഴിഞ്ഞ്. ഞങ്ങൾ അവിടെ മണ്ടൊക്കെ കഴിക്കുമ്പോൾ 12:30 ആയി. പക്ഷേ 12:30 നമുക്ക് പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വെയിലായിരിക്കും. ബട്ട് ഇവിടെ അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും തണുപ്പുണ്ടായിരുന്നു, പക്ഷെ കാറ്റ് കുറവായിരുന്നു. അപ്പം വരുമ്പോൾ എപ്പോൾ വേണേലും വരിക. ഇപ്പോൾ വേണ്ട വെയിൽ വന്നാണ്ട, വെയിലെന്ന് പറഞ്ഞപ്പോൾ വെയിൽ വന്നു. പക്ഷേ ഈ വെയിലും അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ഇതായിട്ടുള്ള വെയിലൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ലാത്ത വെയിലാണ്, പക്ഷെ എന്നാലും വെയിലുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നടക്കാതെ ജീപ്പ് വരാൻ നോക്കുക. ഇതൊക്കെ അതിൻ്റെ പാർട്ട് തന്നെയാണ്. ഇവിടെ പിന്നെ വലിയൊരു വളവ്, അതൊരു മല. ഓക്കെ, ഫുൾ മലയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും നോക്കിയാലും മല. വയ്യ കൈസ്, വയ്യ. ആണ് ഇപ്പോൾ വെയിൽ, ഈ വെയിലിന് ചൂടുണ്ട്, മുകളിലത്തെ വെയിലിന് ചൂടില്ല. ഓക്കെ, ഏറ്റവും വലിയ അബദ്ധം നടന്ന് കയറുന്നത് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഒരു പേരൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെയിലിന് ചൂടില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ നല്ല ചൂടുണ്ട്. പാത്തുടി, ഇപ്പം നിന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഏതാ? അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും വെയിലില്ലായിരുന്നു, പക്ഷെ ക്ഷീണിച്ച്. തിരിച്ചു വന്നപ്പം വെയിലുണ്ട്, പക്ഷെ ക്ഷീണിക്കുന്നില്ല. ഓക്കെ, കൊച്ചുകൂടെ നമുക്ക് വേണ്ട. ഇനി ഒരു 2 വളം കൂടെ ഉള്ളു. 2 വളം കൂടെ കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോ പോയ ജീപ്പ് 10 സത്യം നമ്മൾ കയറാൻ നേരത്ത് പോയ ജീപ്പാണ്. ഇപ്പൊ തന്നെ 15 വട്ടം കണ്ട ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. 15 കഴിഞ്ഞു. ഓ, ഫിജാതി മൈൻഡൊക്കെ. അയ്യോ, വീണ്ടും ഇരിക്കി. ലാസ്റ്റ് എന്റെ അമ്മ 1.5 ഇല്ലിക്കൽക്കല്ലേ ഇപ്പൊ. ഒരിക്കലും നിങ്ങൾ നടക്കരുത്, അവിടെ അടിപൊളി സ്ഥലമാണെങ്കിലും ഒരിക്കലും നിങ്ങൾ നടക്കരുത്. ഒരു മൈൻഡൊക്കെ വെച്ച് നടക്കാം, പക്ഷെ നടക്കരുത്. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. സത്യം. ഇവിടെ ഒരു കടയുണ്ട്, ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടാവും ബാക്കി. ഇവിടെ ഒരു കടയുണ്ട്, ഇവിടുന്ന് നല്ല സോഡ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തൊരു പേര് ഇവിടെ. ഇവരൊക്കെ നടന്നു നിൽക്കുമെന്നോ? സൂപ്പർ, അനുഭവിച്ചോ. ഉപ്പും മുളകും
ടീ ഷോപ്പ് ആണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇവിടെ വരുവാണെങ്കിൽ തേനെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ ഒക്കെ ഉണ്ട്, നെല്ലിക്കയൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇപ്പം നാരങ്ങവെള്ളം കുടിക്കാൻ സംഭാരമുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിക്കാം. പിന്നെ ഈ ചെറിയ സ്പോട്ടാണത്. ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ ആണ് ടിക്കറ്റിന്. പിന്നെ വണ്ടി വർക്ക് ചെയ്യാൻ 26 രൂപ ഉണ്ടോ. അപ്പോൾ ഒരാൾക്ക് 20 രൂപ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ജീപ്പിന് വേറെ പൈസ ആണെന്ന് തോന്നുന്നു, അതൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ തിരക്കിയിട്ട് പോവാം. ഇതാണ് പാർക്കിങ്ങിലെത്തി. ഇത്രയൊക്കെ ഉള്ളൂ കേസ് ഇല്ലിക്ക് കല്ല്. ഓക്കെ, ഇവിടെ 2 കടയുണ്ട് താഴെ, മുകളിൽ 2 കടയൊക്കെ ഉണ്ട്. പക്ഷേ ഓപ്പൺ അല്ല, ഒരു കടയുള്ളൂ. അപ്പോൾ വരുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വരിക, വന്ന് കയറുക. ഓക്കെ, ബൈ സോന പപ്പടി. ബൈ ഗേസ്, ബൈ. അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ഓക്കെ, ടാറ്റ. നമ്മളെ ഇല്ലിക്ക കല്ലോട്ട് പോകുന്ന വഴി കണ്ട ഒരു സ്പോട്ടാണിത്. ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ബോർഡ് കണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം നമ്മളവിടെ കയറി. മുട്ടക്കാന്താരി, ഓക്കെ, ഇതാണ് ഐറ്റം. മുട്ട, അതിനകത്ത് പച്ച കളറുള്ള കാന്താരിയൊക്കെ വെച്ചിട്ടുള്ള ഹെവി ഐറ്റം. കഴിച്ചു നോക്കാം. മുട്ട ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു എരിവെന്ന് പറഞ്ഞാൽ ജാതി എരിവ്. എരിവെന്ന് പറഞ്ഞാൽ ഇതാ എരിവ് കേട്ടോ, ഭയങ്കരമായ എരിവ്. ചെറുതുപോലെ ഭയങ്കര എരിവ്. ഇപ്പം നമ്മൾ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ചാമ്പയ്ക്ക കണ്ടു, അത് പറിക്കാനായിട്ട് നിർത്തിയേക്കാണ്. അത് കഴിക്കട്ടെ. കാട്ടുചാമ്പ. ഓക്കെ, ഈ സ്ഥലത്തെ കാട്ടുചാമ്പ ബ്ലോക്ക്. ഇറ്റമ്മേ, ഇതൊക്കെ മുള്ളാണ്. ഞാൻ അവിടെ റോട്ടിൽ നിന്ന് ഇവിടം വരെ കയറി. വല്ലോ പുലി പഠിച്ച എനിക്കറിയത്തില്ല. ജാതി. അയ്യോ, കിട്ടില്ല. ഇതേക്കുന്നു ചാവണ്ടായിരുന്നു. കൊള്ളാം കേസ്. ഫ്രഷായിട്ട് പിടിച്ച് ഫ്രഷായിട്ട് തന്നെ തിന്നുന്നു. മധുരമില്ല, കുഴപ്പമില്ല. ബാഗ് ഇട്ടുണ്ടെന്ന് കാര്യമല്ലേ. ഓക്കെ, ദേവറം പോയി കുലുക്കുവാന്നേ. ഇവിടെ വീണ് കാണ്ട് ഇവിടൊക്കെ ഉണ്ട്, ഇവിടൊക്കെ വീണ്. ചേച്ചി ഇവിടെ ഭയങ്കര മെനക്കേട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അയ്യോ, കാട്ടി വന്ന് ചാമ്പയ്ക്ക് പറിക്കുന്നുണ്ട്. ഒരു പഴുത്ത ചാമ്പയ്ക്ക് ഇരിക്കുന്നു. ഓക്കെ, ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ട് കഴിച്ചിട്ട് കാണാം. കേസാണ്ടാ വഴിപുറത്തിൽ നിന്ന് ചാമ്പയ്ക്കൊക്കെ പിച്ചിരുന്നു. കൊള്ളാം വൈബ്. ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം വന്നാലാണ് കുട്ടിക്കയം വാട്ടർഫാൾസ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ള കുട്ടിക്കയം വാട്ടർഫാൾസാണ്. ഇത് അടച്ചിട്ടേക്കാണ് ഇപ്പം. പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ വെച്ചപ്പോണ്ട് ഇതിപ്പോൾ ഓപ്പൺ അല്ലേ, വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഓപ്പൺ അല്ലാത്ത. നമുക്കെന്നാലും കറങ്ങി പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുട്ടിക്കാനല്ലായിരുന്നു, കുട്ടിക്കായം, സോറി യെസ്, കട്ടക്കായം വാട്ടർഫാൾസാണ് ഇത് കേട്ടോ. സെറ്റല്ലേ, കുറേ വെള്ളം ഉള്ളതുകൊണ്ട് സീനില്ല. അപ്പോൾ പക്ക വാട്ടർഫാൾ തന്നെ. അയ്യോ, ഇപ്പോൾ വേണേ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് കട്ടക്കായം വാട്ടർഫാൾസ്. വാട്ടർ ഇല്ല, ഫാൾസും ഇല്ല. ഓക്കെ, പക്ഷേ ഇതൊക്കെ പെയ്യുമ്പോൾ അല്ല, മഴ വെള്ളമൊക്കെ വരുമ്പോൾ നൈസായിരിക്കും. ഗുണാക്കേവ് വൈബുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ വന്നാൽ ഇവിടെയൊക്കെ ഇരുന്ന് 2 ഫോട്ടോസൊക്കെ എടുക്കാം. മഴ ഉള്ളപ്പോൾ വെള്ളം ഉള്ളപ്പോൾ വന്നാൽ പക്ക വൈബ്.
ഇത് വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതാണ്. ബട്ട് ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ഉള്ളൂ. എന്തുവാ കട്ടക്കാനം വാട്ടർഫാൾസ്. ഓക്കെ, ഇതൊക്കെ ഉള്ളൂ. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശോകമാണ്. നമുക്ക് ആണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം. കുറേ പാറ പോലെയും ചുമ്മാ ഉപ്പങ്ങനെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ടാകും. ഇവിടെ ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ കട്ടക്കാനം വാട്ടർഫാൾ. ഓക്കെ, തീ വീണ് മീൻസ് കാട്ടു തീ ഉണ്ടായ സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ ആരെങ്കിലും കത്തിച്ചാണ്. ഇവിടുത്തെ വീടുകൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ വെള്ളം ഒഴിപ്പോന്നുണ്ടോ, വെള്ളം ഒഴിപ്പോന്ന ഒരു ഇത് ഒഴുകി കിടക്കുന്നുണ്ടോ അവിടെ കൊണ്ട് കേസ്. വെള്ളം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നൈസായിരിക്കും. ഇവിടെ നല്ല ഒഴുകി വരുന്നു ഇങ്ങനെ. ഇവിടെ കൂടെ ഒക്കെ വഴിയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ ജാതി താഴെ കൂടെ ഒക്കെ ഒഴുകുന്ന ഇതൊക്കെ എടുത്തു ജീവി ഇങ്ങനെ ഇറങ്ങി പോവോ. ഇറങ്ങി അവിടെയൊക്കെ ഇച്ചിരി വെള്ളം കെട്ടി മറ്റേ ഉറവ പോലെ കിടപ്പുണ്ട്. ഇവിടെ ഇതിങ്ങനെ വെള്ളം വന്നൂടെ വന്ന് ഇടിഞ്ഞ് ഡാർക്കായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ സ്റ്റെപ്പുള്ളതുണ്ടോ, താഴോട്ടിറങ്ങി പോകായിരിക്കും. അയ്യോ കൊള്ളാം. എന്തായാലും വന്ന് താഴെ വരെ ഇറങ്ങിയിട്ട് വരാം. ഒക്കെ റിസ്ക് എലമെൻസുകളാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. അയ്യോ എന്തോ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ ഒക്കെ വെള്ളം പോയണ്ടോ, വെള്ളം പോയേക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. പിന്നെ ഇപ്പോൾ പുലിയൊന്നും വരായിരുന്നത് മതി. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട് കണ്ടോ. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട്. അത് ഇനി ആരെങ്കിലും ഒഴുകി വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവിടെയൊക്കെ ശബ്ദം കേൾക്കല്ലോ. ശരിക്കും അവിടെയൊക്കെ കുളിക്കാൻ പറ്റും കേട്ടോ. അത് കൊള്ളാം. അതുകൊണ്ടാ അവിടെ എനിക്കൊന്ന് ഇപ്പോഴും വെള്ളമുണ്ട്. ഇങ്ങനെ കറങ്ങി പോയി അങ്ങ് പോയാൽ കുളിക്കാൻ പറ്റും. ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ടോ അവിടെ. ഓക്കെ, വെച്ചാതി മല മേഘമല്ല ഉണ്ട് ഇവിടെ. പക്ക ആംബിയൻസ്. ഇപ്പോൾ നമ്മളൊരു ഏതൊരു പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുന്നത്. അതാണ് ആ വാട്ടർഫാളിൻ്റെ പേര്, കട്ടക്കാനം വാട്ടർഫാൾ. ഓക്കെ, അതുപോലെ ഇറങ്ങി അങ്ങ് പോകാൻ പറ്റും. നമ്മൾ പോകുന്നില്ല, നമുക്ക് കുളിക്കണ്ട. അവിടെ പിന്നെ വെള്ളം കാണത്തില്ല എന്തായാലും, ബോട്ടും കാര്യമൊന്നുമില്ല. ഇതമ്മ ഇറങ്ങാൻ എളുപ്പമായിരുന്നു, കയറാൻ കുറച്ച് പാടാം. കൊള്ളാം. ഇവിടെയൊക്കെ എന്തോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അവരും ഉണ്ട് അവിടെ എത്തിയുണ്ടോ, റെഗുലറല്ല. ഇതൊക്കെ എന്തോ ചെടികളാണ് ശരിക്കും തിരിച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൈവറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇത്. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് തിരിച്ചിട്ടേക്കുവാ ഓരോരുത്തരുടെ പ്ലോട്ടായിട്ട്. ഇവിടെ ഫുൾ ഇങ്ങനെ വെള്ളം വന്നാൽ ഇങ്ങനെ ഓരോ ഇത്രയും കല്ലും മണ്ണും ആയിപ്പോയത് ഇവിടെ. നൈസായിരുന്നു തോന്നുന്നു പണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ കെട്ടിയാന്ന് തോന്നി. ഇല്ല കുഴപ്പമൊന്നുമില്ല, നല്ല സാധനം. വ്യൂ ഒക്കെ പക്ക ഇവിടുത്തെ. ഇവിടെ വെള്ളം കൊണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു തന്നെ. അപ്പം പ്ലാൻ ചെയ്യുന്നവർ ഒരു മഴയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെള്ളവും കാണാം. ഓക്കെ, കുളിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. വലിയ സീനൊന്നുമില്ല. ഇവിടെ ഒന്നും ഒരു ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു ഗൈഡുണ്ട്, അവിടെ ഒരു ഗൈഡുണ്ട്. പക്ഷേ ആ ഗൈഡ് ഇപ്പം ഇല്ല. ഇത് മീൻസ് ഒഫീഷ്യലി ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. അല്ല, ഇന്ന് ഓപ്പൺ അല്ല ഇത്, ബിക്കോസ് വെള്ളമില്ലാത്തതുകൊണ്ട്. വെള്ളമുള്ളപ്പം അവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അവിടെ ആൾക്കാർ കാണുമായിരിക്കും നോക്കാനും എടുക്കാനും വേണ്ടി. നെക്സ്റ്റ് സ്പോട്ടാണ് എന്തായാലും. ഓക്കെ, ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്പോട്ടിൽ പോവാം.